എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ശരിക്കും നമ്മളിൽ പലരും ഡെയിലി ഫേസ് ചെയ്യുന്ന എന്നാൽ അധികമാരും തുറന്ന് സംസാരിക്കാത്ത ഒരു അടിപൊളി വിഷയമാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞാല് ഈ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ഇത്ര വലിയ പാടെന്തുകൊണ്ടാണെന്ന്? ചിലർക്കൊക്കെ തോന്നാറില്ലേ, ഇനിയിപ്പോ എന്ത് പഠിക്കാനാ, അതൊക്കെ അസാധ്യമാണെന്ന്. എന്നാൽ സത്യത്തിൽ ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? ഇതിന് പിന്നിലെ ശാസ്ത്രവും നമ്മുടെ ചുറ്റുപാടുകളും നമ്മളോട് എന്താണ് പറയുന്നതെന്ന് ഈ വിശകലനത്തിലൂടെ നമുക്കൊന്ന് നോക്കാം. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് 30 കഴിഞ്ഞാൽ പഠനം ഒരു മലകയറ്റം പോലെ ബുദ്ധിമുട്ടാവുന്നത്? നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങളുടെ 20കളില് ഒരു പുതിയ സ്കില്ലോ പുതിയൊരു ഭാഷയോ അല്ലെങ്കിൽ ഫോണിലെ പുതിയൊരു ഫീച്ചറോ ഒക്കെ പഠിക്കുന്നത് എത്ര എളുപ്പമായിരുന്നു അല്ലേ? എന്തും വളരെ വേഗം ക്യാച്ച് ചെയ്യാൻ അന്ന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് പുതിയതായി എന്തെങ്കിലും ഒന്ന് പഠിക്കാനിരിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ക്ഷീണവും മടിയുമൊക്കെ വരുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഇതൊരു വെറും തോന്നൽ മാത്രമല്ല കേട്ടോ. ഇതിന് പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ തലച്ചോറിന് തന്നെ സംഭവിക്കുന്ന ചില മാറ്റങ്ങളാണ്. ഇതിന് പിന്നിലെ ഏറ്റവും രസകരമായ ഒരു ജീവശാസ്ത്ര യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ അതാണ് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി. കേൾക്കുമ്പോൾ വലിയൊരു വാക്കാണെന്ന് തോന്നാം, പക്ഷെ സംഭവം വളരെ സിമ്പിളാണ്. അതായത് പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് സ്വയം മാറാനുമുള്ള നമ്മുടെ തലച്ചോറിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ വഴക്കം, അതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 20കളുടെ പകുതി മുതൽ ഈ കഴിവ് പതുക്കെ അങ്ങ് കുറയാൻ തുടങ്ങും. പ്രായം കൂടുന്തോറും നമ്മുടെ തലച്ചോറ് ഭയങ്കര എഫിഷ്യന്റ് ആവും, കാരണം നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്യും. പക്ഷേ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ, അത് കുറയും. ഇത് ഭൂമിയിലുള്ള എല്ലാവർക്കും സംഭവിക്കുന്ന തികച്ചും സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. സ്ക്രീനിൽ കാണുന്ന ഈ പോയിന്റുകളൊന്ന് ശ്രദ്ധിച്ചേ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങളുടെ ആ പഠനത്തിലെ ബുദ്ധിമുട്ടിന് കൃത്യമായ ശാരീരിക അടിസ്ഥാനമുണ്ട്. ഒന്നാമതായി, നമ്മുടെ തലച്ചോറിലെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അത് ചെറുതായി ഒന്ന് ചുരുങ്ങാൻ തുടങ്ങും. ഇത് ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാനും പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുമുള്ള നമ്മുടെ കഴിവിനെ ശരിക്കും ബാധിക്കും. രണ്ടാമതായി, ഡോപ്പമൈൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഉൽപ്പാദനം കുറയുന്നു. ഇതാണ് നമ്മളുടെ എനർജിയും ആവേശവുമൊക്കെ കുറയാൻ കാരണം. ഇതിനൊക്കെ പുറമെ പുതിയ വിവരങ്ങൾ തലച്ചോറിലേക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള സ്പീഡും കുറയും. അപ്പോൾ തലച്ചോറ് മുൻപത്തെ പോലെ വേഗത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് നിങ്ങളുടെ തോന്നൽ 100% ശരിയാണ്. 30 വയസ്സിന് മുൻപും ശേഷവുമുള്ള നമ്മുടെ പഠനരീതികൾ തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണെന്ന് നോക്കൂ. 30 വയസ്സിന് മുൻപ് നമ്മുടെ തലച്ചോറ് എന്തിനും റെഡിയായിരുന്നു. എത്ര തെറ്റുകൾ വരുത്തിയാലും അതിൽ നിന്ന് പഠിക്കാൻ നമുക്കൊരു മടിയുമില്ലായിരുന്നു അല്ലേ? എന്നാൽ 30 കഴിഞ്ഞാൽ കളി മാറും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കുറച്ചുകൂടി ചിട്ടയായ, ബോധപൂർവമുള്ള ഒരു പരിശീലനം തന്നെ വേണ്ടിവരും. വെറുതെ ഒന്ന് കേട്ടാൽ മാത്രം പോരാ, അത് നമ്മൾ ആവർത്തിച്ച് പരിശീലിക്കേണ്ടിവരും. കാരണം നമ്മുടെ ആ പഴയ ഫ്ലെക്സിബിലിറ്റിയും മെമ്മറി പവറും ഇപ്പോൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നില്ല എന്നതാണ് സത്യം. എന്നാ നോക്കൂ, നമ്മുടെ ശാരീരികമായ ഈ മാറ്റങ്ങൾ മാത്രമല്ല നമ്മളെ ശരിക്കും തടഞ്ഞു നിർത്തുന്നത്. ഈ തലച്ചോറിന്റെ മാറ്റങ്ങളെക്കാൾ നമ്മളെ വലയ്ക്കുന്നത് പലപ്പോഴും മറ്റു ചില മാനസിക തടസ്സങ്ങളാണ്. പ്രായം കൂടുന്തോറും നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ കെട്ടിപ്പൊക്കുന്ന ചില അദൃശ്യ മതിലുകളാണിത്. നമ്മൾ മുതിർന്നവർ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പ്രധാനമായും ഈ 3 വൈകാരിക തടസ്സങ്ങളാണ് നേരിടുന്നത്. ഒന്നാമതായി, പരാജയഭയം. ഒന്ന് ആലോചിച്ചു നോക്കൂ. കുട്ടികളായിരിക്കുമ്പോൾ തെറ്റുപറ്റിയാൽ നമ്മൾ ചിരിച്ചു തള്ളും. എന്നാൽ ഇപ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റിയാലോ? വലിയ നാണക്കേടായിട്ടല്ലേ നമ്മൾ അതിനെ കാണുന്നത്? രണ്ടാമത്, പഠിക്കുന്ന കാര്യത്തിൽ അപ്പോൾ തന്നെ വിജയിക്കണമെന്ന വല്ലാത്തൊരു പ്രഷർ. പിന്നെ ഇതിലെ ഏറ്റവും വലിയ വില്ലൻ എന്താണെന്നോ? ഹേയ്, ഈ പ്രായത്തിൽ എനിക്കിതൊന്നും പഠിക്കാൻ കഴിയില്ല എന്ന നമ്മുടെ സ്വന്തം ചിന്താഗതി. ഈ ഒറ്റ മനോഭാവം മതി നമ്മുടെ എല്ലാ പരിശ്രമങ്ങളെയും തുടക്കത്തിൽ തന്നെ ഇല്ലാതാക്കാൻ. ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിലെ ഏറ്റവും വലിയ എന്നാൽ വളരെ പ്രധാനപ്പെട്ടൊരു ട്വിസ്റ്റിലേക്ക് വരികയാണ്. ഈ ഒരു വാചകം വളരെ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കൂ. 30 കഴിഞ്ഞ സ്ത്രീകൾക്ക് പഠിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ് എന്നത് തലച്ചോറിന്റെ വ്യത്യാസമല്ല, അത് ജീവിത സാഹചര്യങ്ങളുടെ വ്യത്യാസമാണ്. നമ്മുടെ സമൂഹത്തിൽ പലരും വിചാരിക്കുന്നത് സ്ത്രീകളുടെ തലച്ചോറിനെന്തോ പ്രത്യേകതയുണ്ടെന്നാണ്. എന്നാൽ സയൻസും രേഖകളും പറയുന്നത് അതല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള തലച്ചോറിന്റെ കഴിവ് അഥവാ പ്ലാസ്റ്റിസിറ്റി കുറയുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെ തന്നെയാണ് എന്നതാണ്. അതെ, ജീവശാസ്ത്രപരമായി നോക്കിയാൽ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഈ പ്രായത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ എവിടെയാണ് ശരിക്കും പ്രശ്നം കിടക്കുന്നത്? അത് പൂർണ്ണമായും നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളിലും നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലുമാണ്. എന്താണീ പറഞ്ഞ സാമൂഹിക ചുറ്റുപാടുകൾ?
അതിനെ നമുക്കൊരു അദൃശ്യമായ ഭാരം എന്ന് വിളിക്കാം. 30കളിലെത്തുമ്പോൾ സ്ത്രീകൾ വലിയൊരു ശതമാനവും വീട്ടുജോലികളും കുട്ടികളുടെയും മുതിർന്നവരുടെയും പരിചരണവുമൊക്കെ ഏറ്റെടുക്കേണ്ടി വരികയാണ്. ഇതെല്ലാം കൂടി വലിയൊരു മാനസിക ഭാരമാണ് അവർക്ക് നൽകുന്നത്. പോരാത്തതിന് പ്രസവാവധിയും മറ്റു കാരണങ്ങളും മൂലം കരിയറിൽ വരുന്ന ബ്രേക്കുകൾ. ഇതിനെല്ലാത്തിനും പുറമെയാണ് ഈ ഉറക്കമില്ലായ്മ. ചെറിയ കുട്ടികളുള്ള അമ്മമാരുടെ കാര്യമൊന്ന് ആലോചിച്ചു നോക്കൂ. ശരിയായ ഉറക്കമില്ലാത്തത് അവരുടെ ഓർമ്മശക്തിയെയും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവിനെയും എങ്ങനെ ബാധിക്കുമെന്ന്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാര്യങ്ങൾക്കിടയിൽ പഠിക്കാൻ ആ തലച്ചോറിന് എവിടെയാണ് സമയവും ഊർജവും ബാക്കിയുള്ളത്? ആ ക്ഷീണം തികച്ചും സ്വാഭാവികമാണ്. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. കാര്യങ്ങൾ എത്ര വ്യക്തമായാണിതിൽ കാണിച്ചിരിക്കുന്നത്. തലച്ചോറിന്റെ മാറ്റങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണെങ്കിലും സ്വന്തമായി എന്തെങ്കിലും പഠിക്കാൻ കിട്ടുന്ന സമയം സ്ത്രീകൾക്ക് വളരെ കുറവാണ്. കൂടാതെ സ്വന്തം കഴിവിലുള്ള വിശ്വാസക്കുറവ്, അതായത് താൻ ഒന്നിനും കൊള്ളില്ലെന്ന തോന്നൽ, ഇത് സ്ത്രീകളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും, സമയവും ആത്മവിശ്വാസവും സമൂഹത്തിന്റെ പ്രതീക്ഷകളുമൊക്കെ നമ്മുടെ ചുറ്റുപാടിൽ എത്രത്തോളം അസമമായാണ് വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന്. ചിലരൊക്കെ പറയാറുണ്ട്, പുരുഷന്മാർക്ക് കരിയറിൽ കൂടുതൽ തിളങ്ങാൻ വലിയ പ്രഷറുള്ളതുകൊണ്ട് അവർ നന്നായി പഠിക്കുന്നുവെന്ന്. അത് ശരിയാണ്. എന്നാൽ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്ത്രീകൾക്കും ഇതേ കരിയർ പ്രഷറുണ്ട്. പക്ഷെ അവരുടെ യഥാർത്ഥ പ്രശ്നം അവർക്കതിനുള്ള കഴിവില്ലാത്തതോ അല്ലെങ്കിൽ ആഗ്രഹമില്ലാത്തതോ അല്ല. മറിച്ച് പഠിക്കാനാവശ്യമായ സമയവും ഒരൽപ്പം ഫ്രീ ആയ മാനസികാവസ്ഥയും അവർക്കില്ല എന്നതാണ്. ഇതൊക്കെ കേട്ടപ്പോ ആകെ ഒരു നിരാശ തോന്നിയോ? വിഷമിക്കാനൊന്നുമില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങളുടെ തലച്ചോറിന് ഒരു കുഴപ്പമില്ല കേട്ടോ. അത് കേടായിട്ടൊന്നുമില്ല. നമ്മളിത്ര നേരം കണ്ട ഈ ബുദ്ധിമുട്ടുകളൊക്കെ മറികടക്കാൻ കൃത്യമായ പരിഹാരങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ പഠനരീതിയിൽ ചെറിയ മാറ്റങ്ങൾ, അതായത് പുതിയ ഒരു തന്ത്രം രൂപപ്പെടുത്തുക എന്നത് മാത്രമാണ് നമ്മളിനി ചെയ്യേണ്ടത്. ഈ തിരക്കുപിടിച്ച ജീവിതത്തിനിടയിലും പുതിയ കാര്യങ്ങൾ അടിപൊളിയായി പഠിച്ചെടുക്കാൻ ഇതാ ചില മികച്ച തന്ത്രങ്ങൾ. നിങ്ങളുടെ പഠനരീതിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന 5 കാര്യങ്ങളാണത്. 1. മൈക്രോ ലേണിംഗ്. അതായത് വലിയ കാര്യങ്ങൾ ഒറ്റയടിക്ക് പഠിക്കുന്നതിനു പകരം ദിവസം വെറും 10-15 മിനിറ്റ് മാത്രം എടുത്തുകൊണ്ട് ചെറിയ ഭാഗങ്ങളായി പഠിക്കുക. 2. ഗ്രോത്ത് മൈൻഡ്സെറ്റ്. പ്രായം ഒരിക്കലും ഒരു തടസ്സമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക. 3. ബോധപൂർവമായ പരിശീലനം. പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ ശ്രദ്ധയോടെ പരിശീലിക്കുക. 4. സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കളെയോ മെന്റർമാരെയോ കണ്ടെത്തുക. ഇനി 5. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേട്ടോ, നല്ല ഉറക്കം, വ്യായാമം, പിന്നെ നല്ല പോഷകാഹാരം. ഇവ 3 നിങ്ങളുടെ തലച്ചോറിനെ വേറെ ലെവലിലേക്ക് മാറ്റും. ഇനി ഇതാ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ സന്തോഷവാർത്ത. ചെറിയ കുട്ടികൾക്കില്ലാത്ത ഒരു സൂപ്പർ പവർ നിങ്ങൾക്കുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് വർഷങ്ങളുടെ ജീവിതാനുഭവമുണ്ട്. നമ്മൾ മുതിർന്നവർ ഒരു പുതിയ കാര്യം പഠിക്കുമ്പോൾ അതിനെ നമ്മുടെ പഴയ അറിവുകളുമായും അനുഭവങ്ങളുമായും വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ എത്ര സങ്കീർണമായ വിഷയം നമുക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പുതിയ അറിവുകൾ പ്രാക്ടിക്കലായി ഉപയോഗിക്കാൻ യുവാക്കളെക്കാൾ മികച്ച കഴിവ് തീർച്ചയായും നമ്മൾ മുതിർന്നവർക്കാണ്. നമ്മൾ ഈ വിശദീകരണത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. അതുകൊണ്ട് ഈയൊരു കാര്യം എപ്പോഴും ഓർക്കുക, 30 വയസ്സിന് ശേഷം പഠനം അവസാനിക്കുന്നില്ല, അതിന്റെ രൂപം മാറുന്നു എന്ന് മാത്രം. അതെ, നിങ്ങളുടെ 20കളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി സ്ട്രക്ചേർഡായ ഒരു പഠനരീതി ആവശ്യമാണ്. തലച്ചോറിന്റെ മാറ്റങ്ങളെയും നമ്മുടെ ചുറ്റുപാടുകളെയും ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പഠനത്തെ ഒന്നും മാറ്റിയെടുത്താൽ മാത്രം മതി. അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ തലച്ചോറ് പഴയതിലും ശക്തമാണ്. അതിന് കുറച്ചുകൂടി മികച്ച തന്ത്രങ്ങൾ നൽകണമെന്ന് മാത്രം. നിങ്ങളെ തടഞ്ഞു നിർത്താൻ ഇനിയൊന്നുമില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നടന്നു തുടങ്ങാൻ, ആ പുതിയ യാത്ര തുടങ്ങാൻ, അടുത്തതായി നിങ്ങൾ എന്ത് പുതിയ കാര്യമാണ് പഠിക്കാൻ പോകുന്നത്, നിങ്ങളുടെ പൂർണ്ണമായ കഴിവ് പുറത്തെടുക്കാനുള്ള സമയം ഇതാണ്. ചിന്തിച്ചു തുടങ്ങുക, പഠനം തുടരുക. മറ്റൊരു മികച്ച വിഷയമായി വീണ്ടും കാണാം. നന്ദി.